ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ്. അതിനു വേണ്ടി ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിന് എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. വെണ്ടയ്ക്കയൊക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഈ സവാള, പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായി വാടി വരുന്നത് വരെയും വഴറ്റുക. ഇപ്പോൾ എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും അതിലിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇനി അതിലേക്ക് ഇതേപോലെ കഷ്ണങ്ങളാക്കിയ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. കുറച്ചൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ചെറുതാക്കി കട്ട് ചെയ്താൽ വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോകും. ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് അതിലിട്ട് ഇളക്കുക. അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ അങ്ങനെ ഇളക്കുമ്പോൾ പോയി കിട്ടും. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞെടുത്ത് അത് ഇതുപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. അടി കൂട്ടി ഇളക്കണം. നന്നായിട്ട് ഫ്രൈ ആകണത് വരെ ഇളക്കുക. എത്രത്തോളം നല്ല ഫ്രൈ ആകുന്നോ അതേപോലെ ടേസ്റ്റും ഉണ്ടാകും. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ആർക്കും ഇതുപോലെ കുരുമുളക് പൊടി ഇട്ട് ഫ്രൈ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വെണ്ടയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കും ഇതേപോലെ ചെയ്താൽ ഇഷ്ടപ്പെടും. താങ്ക് യു.